മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലെ സാന്ത്വനം എന്ന് പറയുന്ന സീരിയലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് ഇപ്പോൾ പുറത്തുവരിക്കാൻ ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ക്ലൈമാക്സ് രംഗങ്ങൾ തന്നെയാണ് കേട്ടോ. ഭാരതനും ദേവിയടത്തും പോയ വിവരം ശിവൻ ആദ്യം അറിയുന്നത്. ശിവൻ ആ ഒരു കത്ത് വായിച്ച് തളർന്നിരിക്കുകയാണ്. ഉടൻ തന്നെ അഞ്ജുവിനെ അറിയിക്കുന്നുണ്ട്. ഉടൻ തന്നെ അഞ്ജുവിനോട് പറയുന്നുണ്ട്, അഞ്ജു നീ പോയി എന്റെ ഫോൺ എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അതായത് ഭാരതനെ വിളിക്കുമ്പോൾ ഫോൺ കിട്ടുന്നില്ലെന്ന് പറയുന്നിടത്തായിരുന്നു. അതിനുശേഷം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണാൻ സാധിക്കുന്നത് അഞ്ജു പറയുകയാണ്, ശിവേട്ട ദേവിയടത്തും ഭാരതനും ഫോൺ പൂജാമുറി വെച്ചിട്ടാണ് പോയിരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പൊ ശിവൻ പറയുന്നുണ്ട്, അവരെന്താ അപ്പൊ തീരുമാനിച്ചുറച്ചിട്ടാണ് പോയത്, ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന പറയുമ്പോഴാണ് അപ്പു അങ്ങോട്ട് വരുന്നത്. എന്ത് പറ്റി ശിവ എന്ന് ചോദിക്കുമ്പോൾ ശിവൻ തന്റെ കയ്യിരിക്കുന്ന ലെറ്റർ എടുത്ത് നമ്മുടെ അപ്പുവിന് കൊടുക്കുകയാണ്. അപ്പു അത് വായിച്ച് പൊട്ടിക്കരയാണ് കേട്ടോ. ആ ഒരു സമയത്താണ് നമ്മുടെ കണ്ണനും അതോടൊപ്പം ഹരിയും കൂടെ അങ്ങോട്ട് വരുന്നത്. അപ്പൊ കണ്ണനോട് പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പു, എടാ കണ്ണ നീ കാരണമല്ലേ ഇപ്പൊ ഈ ദേവിയടുത്തും ഭാര്യടുത്തും ഇപ്പൊ പോയത്, നീ വന്ന് നിന്നെ ഈ പൈസയ്ക്ക് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഇപ്പൊ ഇവിടെ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അപ്പുവെടുത്തി കൊച്ചെടുത്തി എന്താ പറയുന്നത്, ഞാനിവിടെ എന്ത് കുഴപ്പമുണ്ടാക്കിയെന്നാ കൊച്ചെടുത്തി പറഞ്ഞേക്കുമ്പോൾ നീ ഇവിടെ ഒരു കുഴപ്പം ഉണ്ടാക്കിയത്, നീ ഇതൊന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞാൽ ആ കത്ത് വായിച്ചു നോക്കണ്ട. കത്ത് വായിച്ചു നോക്കിയിട്ട് നമ്മുടെ കണ്ണന് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്നിട്ട് നമ്മുടെ അപ്പു ആണെങ്കിൽ കണ്ണനോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുക, നീ ഇപ്പൊ ചെയ്തരും അല്ലെങ്കിൽ നീ ഇപ്പൊ ഉണ്ടാക്കിയ പ്രശ്നത്തിൽ ഞാൻ കൂടെ കാരണക്കാരൻ്റെ ആയിരിക്കുക, ഇപ്പൊ എല്ലാവരെയും കുറ്റം പറയുന്നത് എന്നെയും കൂടിയാന്ന് പറയണം. ഹരിയന്തരം പറയുന്നത് നീ ദേവിയടത്തിലെടുത്തുനിന്ന് ദേവൂട്ടി ആക്കിയത് കൊണ്ടാണ് ദേവിയടത്തി പോയതെന്ന് പറഞ്ഞ് പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്. ഈ ഒരു സമയത്ത് ശിവൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയണം, മതിയൊന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ, നമ്മൾ ഈ പരസ്പരം കിടന്ന് കുറ്റം പറഞ്ഞിട്ട് അല്ലെങ്കിൽ വഴക്കടിച്ചിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്താനുള്ള വഴി നോക്കാം, എന്തൊക്കെയുള്ള അധികം സമയമൊന്നും ആയി കണ്ടെത്തി അവർ പോയിട്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് ചുറ്റുപാടുള്ള എല്ലായിടത്തും അന്വേഷിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ ഭാരതനും ദേവിയടത്തും പോകാൻ ഇടമുള്ള സാധ്യതകളിലോട്ട് എല്ലായിടത്തും അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങും കേട്ടോ. നമ്മുടെ ശിവനും ഹരിയും ശിവനും രണ്ടു വഴിക്കായിട്ട് ഇറങ്ങുന്നത്. എന്നിട്ട് രണ്ടുപേരും അന്വേഷിച്ചിട്ട് അവരെക്കുറിച്ച് ഒരു അപ്ഡേറ്റും കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ശിവൻ ഹരിയോടായിട്ട് പറയുന്നുണ്ട്, ഈ ഭൂമിയുടെ ഏത് കോണിലുണ്ടെങ്കിലും ഭാരതനെയും ദേവിയായിട്ട് നമ്മൾ കണ്ടെത്തുമെന്ന് പറയണം. അങ്ങനെ ഒരു എപ്പിസോഡ് പ്രമേയമാണ് നമുക്കിത് കാണാൻ സാധിച്ചത്. എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയണം. ഹൃദയസ്പർശിയായിട്ടുള്ള നിമിഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലൈമാക്സുകൾ തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കാം. എന്തൊക്കെയാണ് ദേവിയായിട്ടും ഭാരതനും മരിച്ചിട്ടില്ലെന്ന് തന്നെ വേണം കരുതാൻ. ഒരുപക്ഷെ അവരുടെ യാത്ര മരണത്തിലേക്ക് ആണെങ്കിലും അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ഒരു ഹൈലൈറ്റ് അല്ലെങ്കിൽ ഒരു അജ്ഞാത വ്യക്തി എന്താണ് ഈ സീരിയലിന്റെ ക്ലൈമാക്സ് നമുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. ആ ഒരു ട്വിസ്റ്റ് എന്തൊക്കെയാണ് കണ്ടുകഴിയണം. എന്തൊക്കെയാണ് ഇവരുടെ മരണത്തിലാണെങ്കിൽ സ്വാതന്ത്ര്യം വലിയൊരു ദുഃഖത്തിലൂടെ മാത്രമേ അവസാനിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം ആദ്യം ഉണ്ടായതുപോലെ തന്നെ സന്തോഷത്തോടെ അല്ലെങ്കിൽ കൂട്ടുകുടുംബമായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ സീറ്റ് അവസാനിക്കണം എന്നാണ് പ്രേക്ഷകരുടെ ആഗ്രഹം. എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയാം വരും ദിവസങ്ങളിൽ. അപ്പം സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന്റെ എല്ലാവരും എപ്പിസോഡ് പ്രമോ റിവ്യൂസും അതും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.